എടോ, ഇയാൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം അത് മനസ്സ് തുറന്ന് പറ. അവസാനം അതിന് പറ്റിയില്ല ഇതിന് പറ്റില്ല എന്ന് സങ്കടപ്പെടരുത്. ഇല്ല, ഞാനേ പറയാം. പറഞ്ഞോ. എന്റെ മനസ്സിലുള്ളത് ഞാൻ പറഞ്ഞാ പോരെ? താൻ പറ. അതല്ല, ചേച്ചിക്ക് എന്താ ഇപ്പൊ ഇത്ര കാശിന്റെ ആവശ്യം? നിന്റെ കയ്യിൽ ഇല്ലല്ലോ, പിന്നെ നീ അറിഞ്ഞിട്ടും കാര്യമില്ല. നല്ല മേക്കപ്പ് സാധനം വാങ്ങിക്കാനായിരിക്കും. അതാണ് അപ്പച്ചീരുടെ അടുത്ത് ചോദിക്കാൻ എൻ്റെ അടുത്ത് ചോദിച്ചത്. 10 പൈസ എടുക്കാനില്ലാത്ത എൻ്റെ അടുത്താണ് കാശ് ചോദിക്കുന്നത്. നയാ പൈസയില്ല, നയാ പൈസയില്ല, കയ്യിലൊരു നയാ പൈസയില്ല, മഞ്ജു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല. ഹായ്. ദുർഗ തിരക്കിലാണോ? അതെ. കുട്ടികൾക്കുള്ള നോട്ട്സ് കറക്റ്റ് ചെയ്യായിരിക്കും അല്ലേ? കണ്ടിട്ടെന്ത് തോന്നുന്നു? ആഹാ, പിള്ളേരെ പഠിപ്പിക്കാന്ന് വെച്ചാ ഈസി ആണെന്നാ ഞാൻ കരുതിയത്. ദുർഗയുടെ പ്രിപ്പറേഷൻ കണ്ടിട്ട് ഇതത്ര എളുപ്പമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പിന്നെ എന്തും താല്പര്യത്തോടെ ചെയ്താ എളുപ്പമാണ്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇതെനിക്ക് എളുപ്പം. ആഹാ, ദുർഗയാള് സ്മാർട്ടാണല്ലോ. ആദ്യം കണ്ടപ്പോ ദുർഗ ഒരു ജാടക്കാരിയാണെന്നാ ഞാൻ കരുതിയത്. അഞ്ജലിയുടെ ചിന്തകളൊക്കെ തെറ്റാണെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലേ? അതൊക്കെ പോട്ടെ, എനിക്ക് ദുർഗയുടെ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? കിരണിന്റെ കാര്യങ്ങൾ അറിയേണ്ടത്. കിരണിന്റെ എന്ത് കാര്യം? അത് അധികം താമസിയാതെ ഞങ്ങൾ കല്യാണം കഴിക്കും. അപ്പോ അതിനു മുമ്പ് കിരണിന്റെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞു വെക്കാലോ എന്ന് കരുതി. ഓ, അപ്പോ കല്യാണമൊക്കെ തീരുമാനിച്ചല്ലേ? പിന്നെ എനിക്കും കിരണിനും പരസ്പരം ഇഷ്ടമാണ്. പിന്നെ കൂടുതൽ ചിന്തിക്കാൻ എന്താ ഉള്ളത്? ദുർഗയാണല്ലോ കിരണിന്റെ ബെസ്റ്റ് ഫ്രണ്ട്. കിരണിന് എന്തൊക്കെ ഇഷ്ടം എന്നൊക്കെ ദുർഗയ്ക്ക് അറിയാമായിരിക്കുമല്ലോ. കിരണിന് ഇഷ്ടപ്പെട്ട ഫുഡ്, സ്ഥലം, അതൊക്കെ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അഞ്ജലിക്ക് വേറെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ തിരക്കി നടക്കാം. പക്ഷേ എന്റെ കാര്യം അങ്ങനെയല്ലല്ലോ. എനിക്കിപ്പോ സ്റ്റാഫ് റൂമിൽ മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ കിരണിനോട് തന്നെ ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചാൽ മതി. കിരണിനോട് ചോദിച്ചറിഞ്ഞിട്ട് ചെയ്യുന്നതിലെ എന്താ ഒരു ത്രില്ല്? കിരൺ അറിയാതെ എല്ലാം പഠിച്ച് കിരണിനൊരു സർപ്രൈസ് കൊടുക്കണം. അതല്ലേ രസം. പക്ഷേ ഇതൊന്നും പറഞ്ഞിരിക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ സ്റ്റാഫ് റൂമിലേക്ക് പോവാം. ഇവളുമായിട്ട് എങ്ങനെയായി കിരൺ ഫ്രണ്ട്ഷിപ്പ് ആയത്? എന്തൊരു സ്വഭാവ. ഇനിയിപ്പോ എന്താ ഒരു വഴി? തൽക്കാലം ഇവിടെയുള്ള വേറെ ആരോടെങ്കിലും ചോദിച്ചു മനസ്സിലാക്കാം. ആ ടീച്ചറെ. ആരാ? മനസ്സിലായില്ല. ഞാൻ കിരണിന്റെ ഫ്രണ്ടാ. ഓ, ആ കിരൺ. ടീച്ചറെ, ഞാനിപ്പോ വരാം. എന്നാ നിങ്ങൾ സംസാരിച്ചേ. കിരൺ എന്തിനാ എന്നെ അന്വേഷിച്ചത്? അത് ഞാൻ ഒരു മിനിറ്റ് കിരൺ. അച്ഛ ആണോ? ഞാൻ വരണോ? നിർബന്ധാണോ അച്ഛാ? ശരി, ഞാൻ വരാം. ബൈ. അച്ഛനാ വിളിച്ചത്. വൈകുന്നേരം ഒരു ഫംഗ്ഷൻ ഉണ്ട്, അച്ഛനോടൊപ്പം ചെല്ലണമെന്ന്. നല്ല കാര്യം. എനിക്കത്ര നല്ല കാര്യമായിട്ട് തോന്നിയില്ല. വൈകുന്നേരം കിരണിനെയും കൂട്ടി കറങ്ങാൻ പോവാലെന്ന് കരുതിയിരിക്കുകയായിരുന്നു ഞാൻ. രക്ഷപ്പെട്ടു. കൃത്യസമയത്ത് അച്ഛൻ വിളിച്ചത്. അല്ല, കിരൺ എന്തൊന്നും മിണ്ടാത്തെ? ഏയ്, ഒന്നുമില്ല. കറങ്ങാൻ നമുക്ക് വേറൊരു ദിവസം പോവാന്ന് ചിന്തിക്കുമായിരുന്നു. അതെ, നമുക്കിനി ഒരുപാട് സമയമുണ്ടല്ലോ അല്ലേ? അതെ, സമയം ഒരുപാടായില്ലേ. അഞ്ജലി എന്നാ ചെല്ല്. അധികം നേരം ഇവിടെ നിൽക്കുന്നത് ശരിയല്ല. ശരി, ഞാൻ പോയേക്കാം. പക്ഷേ എനിക്ക് കിരണിനെ കാണാൻ തോന്നുമ്പോഴൊക്കെ ഞാൻ ഇങ്ങോട്ട് വരും. എങ്കിൽ ശരി, ബൈ. ബൈ.
എന്താണോ ഇത്? ഉം, ഏ ഏത്? ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. താൻ നേരെ ഇരിക്കേ. ബൈക്ക് ടാക്സിയിൽ പോകുമ്പോ പോലും ഇങ്ങനെ ഇരിക്കരുത്. ഓഹോ, ഞാനേ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നുള്ളൂ. അതെന്താ? ഞാൻ അടുത്തിരുന്നാലേ അത് ചിലർക്കൊക്കെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ? ആർക്ക്? ആർക്കാണെന്ന് കിരൺ അറിയില്ലേ? താനെന്താ ആ അഞ്ജലി ഉദ്ദേശാണോ പറയുന്നത്? ആ ആണെങ്കി എടോ, അവള് വെറുതെ ഓരോന്ന് പറയുന്നതാ. വെറുതെ ഒന്നും പറയുന്നതല്ല. ഷീസ് ഡാം സീരിയസ്. ഒരു പെണ്ണിന്റെ മനസ്സേ എനിക്ക് മനസ്സിലാവും. ഒരിക്കലും അവരെ സ്നേഹിക്കുന്ന പുരുഷന്റെ അടുത്ത് മറ്റൊരു പെണ്ണ് ചേർന്നിരിക്കുന്നതും പെരുമാറുന്നതും ഒന്നും അവർക്ക് സഹിക്കാൻ പറ്റില്ല. ഞാനെന്തിനാ വെറുതെ അവളെ ശത്രുവാക്കുന്നത്? എടോ, താൻ ഈ പറയുന്ന പോലെ ഞങ്ങൾക്കിടയിലില്ല. അതൊക്കെ തന്റെ തെറ്റിദ്ധാരണയാ. എന്റെ ധാരണയെ കുറിച്ച് കിരൺ ടെൻഷൻ ആവണ്ട. പിന്നെ വണ്ടി എടുക്കാൻ നോക്ക്. എടോ, ഇയാൾക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ വേഗം അത് മനസ്സ് തുറന്ന് പറ. അവസാനം അതിന് പറ്റിയില്ല ഇതിന് പറ്റില്ല എന്ന് സങ്കടപ്പെടരുത്. ഇല്ല, ഞാനേ പറയാം. പറഞ്ഞോ. എന്റെ മനസ്സിലുള്ളത് ഞാൻ പറഞ്ഞാ പോരെ? ആ. ആ, താൻ പറ. ദേ, ഇങ്ങനെ പുറകോട്ട് നോക്കി ശ്രദ്ധയില്ലാതെ വണ്ടി ഓടിച്ചാലേ തലയും തല്ലി റോഡിൽ വീഴും. പറഞ്ഞേക്കാം. ദയവ് ചെയ്ത് ആക്സിഡന്റ് ഉണ്ടാവാതെ വീട്ടിലെത്തിച്ച വലിയ ഉപകാരം. ഒന്ന് ഈ വണ്ടി എടുക്കോ. തിരി. എന്തൊരു കഷ്ടമായത്.